ജൂലൈ 5 ബഷീർ ചരമദിനം. വിശാല മാനവികതയുടെ അക്ഷരാവിഷ്കാരമാണ് ബഷീർ. ഏതു വലിയ രാഷ്ട്രീയത്തെയും ചെറിയ കുട്ടിക്ക് പോലും വായിക്കാൻ കഴിയും വിധം മിനുക്കി പാകമാക്കിയ അനേകം സൃഷ്ടികളുടെ അപാരശില്പി. നീണ്ടകാല സഞ്ചാരങ്ങളിലൂടെ കണ്ട വ്യത്യസ്ത ജീവിത കോണുകൾ കാമ്പുള്ള മൂല്യങ്ങളാക്കി അവതരിപ്പിച്ച അത്ഭുത എഴുത്തുകാരൻ. സത്യസന്ധമായ ഗൃഹാന്തരീക്ഷം, യുദ്ധം, പ്രണയം, ദാരിദ്ര്യം, ജീവിത സമരം, കുടുംബ ബന്ധങ്ങൾ എന്നിവ മുതൽ ഭിന്നലിംഗക്കാരുടെ പ്രശ്നങ്ങൾ പോലും കാലങ്ങൾക്ക് മുൻപേ ചർച്ച ചെയ്ത നവോത്ഥാന ചിന്തകൻ. ഞാനാണ് എൻ്റെ ഭാഷ എന്ന സ്വന്തം വാചകത്തിന് അന്വർത്ഥമാക്കും വിധം മലയാള സാഹിത്യത്തിൽ ഒരു തനത് മുദ്ര പതിപ്പിച്ച വിപ്ലവാത്മക എഴുത്തുകാരൻ. അദ്ദേഹത്തിന്റെ മതിലുകൾ എന്ന കൃതി ഉൾക്കാഴ്ചയും ബാല്യകാലസഖി മർമ്മസ്പർശിയായ സങ്കടവും ശബ്ദങ്ങൾ സാമൂഹിക വ്യതകളും പറഞ്ഞു വെക്കുമ്പോൾ, പ്രേമലേഖനത്തിലൂടെ മതസൗഹാർദ്ദവും ജന്മദിനം എന്ന കഥയിലൂടെ അദ്ദേഹം പ്രത്യാശയും നൽകുന്നു. സ്ത്രീ സ്വാതന്ത്ര്യത്തോടൊപ്പം സാമൂഹിക നവോത്ഥാനവും ലക്ഷ്യമിടുന്ന ഇന്റുപ്പൂപ്പാക്കൊരാനുണ്ടായിരുന്നു എന്ന കൃതിയും ശ്രദ്ധേയമാണ്. ഇവ കൂടാതെ ആത്മീയ ചിന്തയും ജീവിത ദർശനവും പകരുന്ന അനർഘ നിമിഷവും ഏറെ ജനപ്രിയമാണ്. അനുഭവങ്ങളിൽ നിന്നുമാണ് ജീവിതം പഠിക്കേണ്ടത് എന്ന വലിയ ആത്മപാഠം വായനക്കാർക്ക് നൽകുന്ന ഓർമ്മയുടെ അറകൾ എന്ന ബഷീറിന്റെ ആത്മകഥ ലളിത ജീവിതത്തിന്റെ മഹത്വത്തെക്കുറിച്ചും നമ്മോട് സംവദിക്കുന്നു. അങ്ങനെ സ്നേഹവും നിഷ്കളങ്കതയും സ്വാതന്ത്ര്യദാഹവും സാമൂഹിക ആക്ഷേപഹാസ്യവും സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളും വിരഹവും പറയുന്ന അനേകം ചെറുകഥകളും മലയാള സാഹിത്യത്തിന് ബഷീർ നൽകിയ മൂല്യസരണികളാണ്. അക്ഷരങ്ങളിൽ മനുഷ്യനെ കണ്ടെത്തിയ ബഷീർ അനന്തമായ വായനാ ലോകത്ത് യുഗങ്ങളോളം വെളിച്ചമായി തുടരും.